ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് സീ ഫുഡ് മോമോസ്. ആദ്യം നമുക്ക് മോമോസ് ആക്കാൻ വേണ്ടിയിട്ടൊരു മാവ് റെഡിയാക്കണം. അതിനു വേണ്ടി 1 കപ്പ് വെള്ളം, ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ ഉപ്പ് അതിനായി ഇട്ടിട്ടുള്ളത്. ഇനി 2 കപ്പ് മൈദ. ഇനി ഇത് നമുക്ക് അധികം ലൂസും അല്ല അധികം ടൈറ്റും അല്ലാത്തൊരു മാവാക്കിയിട്ട് കുഴച്ചെടുക്കണം. ഇത് 10-15 മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. എന്നാൽ നമുക്ക് പെട്ടെന്ന് തന്നെ പരത്തെടുക്കാൻ പറ്റുന്ന സോഫ്റ്റ് ഡോ ആയി കിട്ടും. ഇനി ഇതിന് വേണ്ട ഫില്ലിങ് റെഡിയാക്കണം. ഞാൻ ഇവിടെ ടൂണ ഉപയോഗിച്ചിട്ടാണ് ഇപ്പോൾ ഫില്ലിങ് റെഡിയാക്കുന്നത്. അപ്പോൾ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഓയിൽ വെച്ചിട്ടുണ്ട്. ഈ ഓയിൽ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് ഇത് എന്ത് ഓയിലാണെന്ന്. ആ ട്യൂണിൻ്റെ ടിന്നിലുള്ള ആ സെയിം ഓയിലാണ് ഞാൻ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ ഓയിൽ ഉപയോഗിക്കാം. ആ ടിന്നിൻ്റെ കവറിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇതിൽ ഏത് ഓയിലാണ് യൂസ് ചെയ്തിട്ടുള്ളതെന്ന്. അതിനനുസരിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതന്നെ ഉപയോഗിക്കാം, അല്ലെങ്കിൽ മാറ്റാം. ഫില്ലിങ് ആക്കുമ്പോൾ എല്ലാ സാധനവും ചെറുതായിട്ട് മുറിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ചെറുതായിട്ട് മുറിച്ച് 3 അല്ലി വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്, ചെറിയ കഷ്ണം ഇഞ്ചി ഇട്ടിട്ടുണ്ട്, 2 പച്ചമുളക് ഇട്ടുകൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് എത്ര ഫില്ലിങ് വേണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി ഒരുപാട് സമയം കുക്ക് ചെയ്യൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് കളറ് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഇനി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടിന്ന് ടൂണയാണ് ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഇതിനെ കൊണ്ട് ഏകദേശം ഒരു 15 മോമോസ് നമുക്ക് റെഡിയാക്കാൻ പറ്റും. ആ ടിന്നിൻ്റെ ഉള്ളിലുള്ള വെള്ളവും ഓയിലും നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപയോഗിച്ചാൽ മതി. മസാല കുറച്ചും കൂടി ജ്യൂസി ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ഫുള്ളായിട്ട് തന്നെ ഇട്ടിട്ടുള്ളത്. ഇനി മസാലയ്ക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ഇട്ടെടുത്തിട്ട് നമുക്കിതൊന്ന് കുറച്ച് സമയം ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. ഇത്രയധികം വെള്ളം കൊണ്ട് നമുക്ക് മോമോസ് ഉണ്ടാക്കാൻ പറ്റില്ല. അതുകൊണ്ട് കുറച്ച് വെള്ളം വറ്റുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതാണ് നമ്മൾ മസാലേൻ്റെ പരുവ്. കുറേ വെള്ളം വറ്റിയിട്ടുണ്ട്. ഇത്രയും ജ്യൂസി ആയാൽ മതി നമ്മളെ മസാല. അപ്പം നമ്മളെ മസാല റെഡി ആയിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ സൈഡിൽ നമുക്കിതിന് വേണ്ട ഒരു ഡിപ്പിംഗ് സോസും കൂടി റെഡിയാക്കിയിട്ടുണ്ട്. അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു ചെറിയ കുക്കറിൽ 2 തക്കാളി മുറിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്, 3 അല്ലി വെളുത്തുള്ളി, 4 വറ്റൽമുളക്. ഇത്രയും ഇട്ടെടുത്തതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ കുക്കർ അടച്ച് വേവിക്കുക. എനിക്ക് കുറച്ചധികം സോസ് ആവശ്യമുള്ളത് കൊണ്ട് ഞാൻ 1 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒരു വിസിൽ വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ വിസിൽ വന്ന് കുക്കർ ഒന്ന് കൂളായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതൊന്ന് മിക്സിൻ്റെ ജാറിൽ ഒഴിച്ചിട്ടൊന്ന് ജ്യൂസ് അടിച്ചെടുക്കാം. ഇനി ആ സെയിം കുക്കറിൽ തന്നെ നമുക്ക് ഈ ജ്യൂസ് ഒഴിച്ചിട്ടൊന്ന് കുറുക്കിയെടുക്കണം. ഇതുപോലെ ഒരുപാട് ക്വാണ്ടിറ്റിയിൽ നിങ്ങൾക്ക് സോസ് വേണമെങ്കിൽ മാത്രം വെള്ളം ഒഴിച്ചാൽ മതി, അല്ലെങ്കിൽ വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് കുക്കിംഗ് ടൈമും കുറക്കാം. ഇനി സോസിന് ആവശ്യമുള്ള 1 ടേബിൾ സ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക, 1.5 സ്പൂണ് വിനെഗറും കൂടി ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് കുറുക്കിയെടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് കുറുക്കിയെടുക്കുന്നുണ്ടെങ്കിൽ കൈ വിടാണ്ട് ഇളക്കി കൊടുക്കാൻ മറക്കണ്ട. അപ്പോൾ ഏകദേശം ഇതൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് ടൊമാറ്റോ കെച്ചപ്പും കൂടി ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം.
ഇപ്പം തന്നെ ഏകദേശം നമ്മളെ സോസിൻ്റെ കൺസിസ്റ്റൻസി ആയി. ഇനി നിങ്ങൾക്ക് വേണ്ട തിക്നെസ്സിൽ നിങ്ങൾക്ക് ഓഫാക്കുകയോ അല്ല കുറുക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഇതാണ് എൻ്റെ ഡിപ്പിംഗ് സോസ്. അപ്പോൾ നമ്മളെ സോസ് റെഡിയായി, ഫില്ലിങ് റെഡിയായി. ഇനി നമുക്ക് നമ്മളെ മാവൊന്ന് പരത്തിയെടുക്കാം. മോമോസ് ഒരുപാട് ഷേപ്പിൽ ഞാൻ ഫോൾഡ് ചെയ്ത് കണ്ടിട്ടുണ്ട്. ഇത് എൻ്റെ ഒരു ഈസി വേ. ഇതുപോലെ പരത്തുന്ന സമയത്ത് ഞാൻ അത്ര എക്സ്പേർട്ടൊന്നും അല്ലാത്തതുകൊണ്ട് ഏതെല്ലാം ഷേപ്പിലാണ് ഇപ്പോൾ മാവ് വരുന്നത്. അതുകൊണ്ട് ഞാനൊരു പാത്രം ഉപയോഗിച്ചിട്ട് ഒന്ന് റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കും. ഇനി ഈ റൗണ്ട് ഷേപ്പിൻ്റെ ഉള്ളിൽ നമുക്ക് നമ്മൾ ടൂണ ഫില്ലിങ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ ഷേപ്പിൽ ഇഷ്ടമുള്ള ഷേപ്പിൽ ഫോൾഡ് ചെയ്തെടുക്കുക. ഇനി ഇതുപോലെയുള്ള ഷേപ്പിലാണ് നിങ്ങൾ ഉണ്ടാക്കുന്നെങ്കിൽ നടുക്കുള്ള ഫില്ലിങ് പ്രസ് ചെയ്യാതെ നോക്കുക. കാരണം കുറച്ച് ജ്യൂസി ആയതുകൊണ്ട് ഓയിൽ പുറത്തോട്ടേക്ക് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് സൂക്ഷിച്ചിട്ട് ഇതൊന്ന് ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കുക. ഞാൻ കണ്ടിട്ടുള്ള മോമോസ് വെച്ച് നോക്കുമ്പോൾ എൻ്റെ മോമോസ് കാണാൻ വലിയ ലുക്കൊന്നുമില്ല. പിന്നെ നമുക്ക് ടേസ്റ്റിലാണല്ലോ കാര്യം. അപ്പോൾ ഷേപ്പ് നോക്കിയിട്ട് ആരും വിലയിരുത്തണ്ട. ഇതാണ് നമ്മുടെ മോമോസിൻ്റെ ഷേപ്പ്. പക്ഷേ ടേസ്റ്റ് സൂപ്പറാണ്. ഫിഷ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ഈ ടൂണ വെച്ചിട്ട് തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതേപോലെ നിങ്ങൾക്ക് ബീഫോ ചിക്കനോ എന്ത് വേണമെങ്കിലും വെച്ചിട്ടുണ്ടാക്കാം. ഇനി നമുക്ക് നമ്മളെ മോമോസ് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാം. മോമോസ് കുറേ ഷേപ്പുള്ളതുപോലെ തന്നെ ഇത് കുറേ രീതിയിൽ കുക്ക് ചെയ്തെടുക്കലുണ്ട്. ഒന്നെങ്കിൽ സ്റ്റീം ചെയ്യുക, അല്ലെങ്കിൽ ഫ്രൈ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് തിളക്കുന്ന വെള്ളത്തിൽ പുഴുങ്ങിയെടുക്കാം. അപ്പോൾ ഒരു 15 മിനിറ്റിന് ശേഷം നമ്മൾ മോമോസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ലുക്കിലൊന്നല്ല കാര്യം, ടേസ്റ്റിലെ കാര്യം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. താങ്ക് യു ഫോർ വാച്ചിങ്.